തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒളിവിലായിരുന്ന ഭർത്താവ് പിടിയിലായി. തമിഴ്നാട് തേനിയിൽ നിന്നാണ് പ്രതി രഞ്ജിത്ത് പിടിയിലായത്. ഇയാളെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ഈ മായാമുരളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മറ്റൊരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നൊക്കെയുള്ള തരത്തിൽ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് വീണ്ടും ഭർത്താവിലേക്ക് കേസ് പോകുന്നതും ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ തേനിയിൽ നിന്ന് പിടികൂടുന്നതും. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട്? അനശ്വര, ഈ മാസം 9-ാം തീയതിയാണ് ഇത്തരത്തിൽ വീടിനോട് ചേർന്ന പ്രദേശത്ത് പേരൂർക്കട ഹാർവിപുരം സ്വദേശിനിയായിട്ടുള്ള മായാമുരളി മരണപ്പെട്ട നിലയിലാണ് ആദ്യം കണ്ടെത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധുക്കളടക്കമുള്ളവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇത് കൊലപാതകമാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നു. അതേ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവരുടെ കഴുത്തിലടക്കം വലിയ മുറിവുകൾ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ ഒളിവിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഭർത്താവിനായിട്ടുള്ള നിലവിൽ പോലീസ് അന്വേഷണം വലവിരിച്ചിരുന്നു. അത് സംസ്ഥാനം കടന്നു പോകാതിരിക്കാനുള്ള കൂടുതൽ ശ്രദ്ധ പോലീസ് കേന്ദ്രീകരിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇയാൾ സംസ്ഥാനം കടക്കുകയായിരുന്നു. ഇയാളുടെ ഓട്ടോ ഡ്രൈവറാണ് നിലവിൽ പ്രതിയായിട്ടുള്ള രഞ്ജിത്ത്. ഇയാളുടെ വാഹനം ചൂണ്ടുപലക എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളടക്കം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും ദിവസം എടുത്തു. 9-ാം തീയതി നടന്ന മരണമാണ്. അതേ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഇത്തരത്തിൽ ഇയാൾക്ക് വേണ്ടി വലിയ ശ്രമം നടത്തിയിരുന്നു. അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്നോടുകൂടിയാണ് ഇത്തരത്തിൽ കമ്പം തേനി ഭാഗത്തു നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ തന്നെയാണ് നിലവിൽ കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. അതായത് മുൻപ് ദീപു എന്ന് പറയുന്ന ഇയാളുടെ കൂട്ടാളിയും സുഹൃത്തുമായിട്ടുള്ള ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംശയരോഗത്തെ തുടർന്നാണ് ഭാര്യയെ കൊന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ തെളിവെടുപ്പിന്റെ ഭാഗമായി ഇയാളെ നാളെ കൂടുതൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾക്കായി പേരൂർക്കടയിലെ വീട്ടിലും ഹാർവിപുരത്തും ഒക്കെ എത്തിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അനശ്വര.